ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽ കോച്ച് ഫാക്ടറിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പ്ലസ് അതിൻ്റെ കൂടെ സ്പോർട്സിൻ്റെ കുറച്ച് എലിജിബിലിറ്റി കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 15/6, അതായത് ജൂൺ 15 മുതലാണ്. ക്ലോസിംഗ് ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്നത് ജൂലൈ 14 വരുന്നത്. അപ്പോൾ അതിൽ സ്പോർട്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ റെസ്പെക്റ്റീവ് നമ്പർ ഓഫ് വേക്കൻസീസ് പറയുന്നുണ്ട്. ദെൻ അതിൻ്റെ ഇവന്റ് പൊസിഷൻ കാറ്റഗറിയെ പറ്റിയാണ് ഇത് പറയുന്നത്. ഓക്കെ, പേ ബാൻഡ് ഓർ സ്കെയിൽ സാലറിയെ പറ്റിയാണ് ഇത് പറയുന്നത്. ഫസ്റ്റ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോക്കി മെൻ വരുന്ന സമയത്ത് ഒരു വേക്കൻസീസ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പേ സ്കെയിലാണ് പറയുന്നത്. ലെവൽ 4 or 5 ആണ് പറയുന്നത്. 01 മിഡ്ഫീൽഡർ, അത് ഇവന്റ് ഓർ പൊസിഷനെ പറ്റിയാണ് പറയുന്നത്. ദെൻ ഹോക്കി വുമൻ 4 വേക്കൻസീസ് ആണ്. ലെവൽ 2 ആണ്. ഡിഫൻഡർ, ഗോൾ കീപ്പർ ആണ് അത് വരുന്നത്. അങ്ങനെ ഓരോ ക്രൈറ്റീരിയ ഇപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ താല്പര്യമുള്ളവർ ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ക്രൈറ്റീരിയ എന്നുള്ളത് നോക്കാം. അങ്ങനെ ക്രോസ് കൺട്രി, അത്ലറ്റ് മെൻ, റെസ്ലിംഗ് മെൻ, ഫുട്ബോൾ മെൻ, ക്രിക്കറ്റ് മെൻ, ഇങ്ങനെ കുറേ വേക്കൻസീസ് 23 വേക്കൻസീസ് ആണ് ഓവറോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്രിക്കറ്റ് മെന്ന് വരുന്ന സമയത്ത് നോക്കുമ്പോൾ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ, ഫാസ്റ്റ് ബൗളറാണ് അവർ ആവശ്യപ്പെടുന്ന കാറ്റഗറീസ്. സോ ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഏജ് ലിമിറ്റ് 18-25 വയസ്സ്, അതായത് മിനിമം 18 വയസ്സും മാക്സിമം 25 വയസ്സുമാണ് പറയുന്നത്. ലെവൽ 1 വിളിച്ചിട്ടുണ്ട്. ഓഫീസ് ജനറൽ അസിസ്റ്റന്റ് പോസ്റ്റിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. 10th പാസ്സാണ് പറയുന്നത്. ഒരു ITA എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ലെവൽ 2 വിളിച്ചിട്ടുള്ള ടെക്നീഷ്യൻ 3 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള സ്പോർട്സിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നോക്കി പോവാം. ദെൻ ഇതിൽ പിന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ലെവൽ 4-5 പറയുന്നുണ്ട്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറ്റിയാണ് പറയുന്നത്. ലെവൽ 1 അപ്ലൈ ചെയ്യാൻ ഉള്ളവരാണെങ്കിൽ റെപ്രസെന്റഡ് ഇൻ കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പ് ജൂനിയർ അല്ലെങ്കിൽ സീനിയർ കാറ്റഗറി, ഓർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഓർ ഏഷ്യ കപ്പ് ജൂനിയർ ഓർ സീനിയർ, ഓർ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസ് സീനിയർ, ഓർ USIC വേൾഡ് റെയിൽവേ ചാമ്പ്യൻഷിപ്പ് സീനിയർ കാറ്റഗറി, ഓർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പങ്കെടുത്തിരിക്കണം, റെപ്രസെന്റ് ചെയ്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 3rd പൊസിഷൻ ഇൻ ഫെഡറേഷൻ കപ്പ് ചാമ്പ്യൻഷിപ്പ്, or represented state or equivalent with at least 8th position in senior national championship only. ഇങ്ങനെയുള്ളവർക്ക് ലെവൽ 1 അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ലെവൽ 2 വരുന്ന സമയത്തുള്ള ക്രൈറ്റീരിയസ് ആണ് ഇവിടെ പറയുന്നത്. ലെവൽ 4-5 വരുന്ന സമയത്തുള്ള ക്രൈറ്റീരിയസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഏജ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഓരോ സ്പോർട്സിനുള്ള ഏജ് ക്രൈറ്റീരിയ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്ന സമയത്ത് സബ്പാര, ഓക്കെ, അപ്പോൾ 400 രൂപയാണ് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീ. 400 രൂപ റീഫണ്ട് ചെയ്യും. ഇത് അറ്റൻഡ് ചെയ്തതിന് ശേഷം റീഫണ്ട് ചെയ്യും. ട്രയൽ അറ്റൻഡ് ചെയ്തതിന് ശേഷമായിരിക്കും 400 രൂപ എന്ത് ചെയ്യുന്നത്, റീഫണ്ട് ചെയ്യുന്നത്. ദെൻ SC/ST എക്സ് സർവീസ്മെൻ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, വുമൺ, മൈനോറിറ്റി ആൻഡ് എക്കണോമിക് ബാക്ക്വേർഡ് ക്ലാസ്സസിന് 250 രൂപ ആണ് ഫീസ് വരുന്നത്. ഓക്കെ, അവർക്ക് ₹250 ആപ്ലിക്കേഷൻ ഫീ വിൽ ബി റീഫണ്ടഡ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ബാങ്ക് ചാർജസ് ടു ദീസ് കാറ്റഗറീസ് ഓഫ് കാൻഡിഡേറ്റ്സ് ഓൺലി വെൻ ദേ ആക്ച്വലി അപ്പിയർ ഇൻ ദ ട്രയൽ. അപ്പോൾ ട്രയലിൽ പങ്കെടുത്തതിന് ശേഷമായിരിക്കും ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യുക, റീഫണ്ട് ചെയ്യുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളവരെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാം. സോ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. താങ്ക് യു.